എടാ, അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര 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 സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാര്യം എന്താണെന്ന് അറിയാലോ? 1,00,000 സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബേഴ്സ് എന്ന് ഞാൻ പറയൂല, 1,00,000 സ്റ്റുഡൻസ് എന്നേ പറയുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്റെ ഏറ്റവും അടുത്ത ഫാമിലി, ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ്, ഇവര് മാത്രമേ ഇതിന്റെ അകത്ത് സ്റ്റുഡൻസ് അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എനിക്കൊരു ചാനൽ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന ചാനൽ ആയതുകൊണ്ട് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്നവർ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് ഫാമിലിയും ഫ്രണ്ട്സും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇത് പഠിക്കാൻ വേണ്ടി വന്ന സ്റ്റുഡൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ 1,00,000 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോ 1, 2, 3, 4, 5 എന്നൊക്കെ ഇങ്ങനെ എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ 1,00,000 വരെ എത്തണമെങ്കിൽ അത് കുറച്ച് വലിയ നമ്പറാണ്. പിന്നെ നമ്മൾ ഈ ചാനലിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ വീഡിയോ കാണുന്ന 40% പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ബാക്കി വീഡിയോ കാണുന്ന ഒരു 60% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ അതിൽ കൂടുതലാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാര്യം ഇത്രയും സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം ഇത്രയും കുട്ടികൾ എൻ്റെ ക്ലാസ് കേൾക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, വേറെ ചാനലുകളൊക്കെ ഉണ്ട്, അതിന് ഇതിലും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ, അതിലൊന്നും ഞാൻ വില കുറച്ചൊന്നും കാണുന്നില്ല. അതൊക്കെ അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. പക്ഷെ ഇതെനിക്ക് അത്ര സ്പെഷ്യലാണ്. കാര്യം ഇപ്പൊ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 10ാം ക്ലാസ്, ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് 10 +1 +2 മാത്സ് ആണ്. മാത്സ് മാത്രമേ ഇടുന്നുള്ളൂ. 10 +1 +2 അതിൻ്റെ അകത്ത് ഇപ്പൊ 10ാം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ് മുഴുവനായിട്ടില്ല ഇതിൻ്റെ അകത്ത്. 10ാം ക്ലാസ് ഒരാള് 10ാം ക്ലാസ്സിൽ മാത്സ് പഠിക്കണമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മുഴുവൻ ഇവിടുന്ന് കിട്ടത്തില്ല. അതെനിക്കറിയാം. കാര്യം ഫുൾ ചാപ്റ്റേഴ്സ് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ +1 +2 ഈ അടുത്തിടക്ക് തുടങ്ങിയുള്ളൂ. ആ +1 +2 കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ എന്നിട്ടും ഇത്രയും പേര് ചാനൽ കാണാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീഡിയോ കാണാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര സ്പെഷ്യലാണ് ഇവരെല്ലാവരും. കാര്യം കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്നിട്ടും ഇവർ കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അത് തരുന്ന ഫീൽ ഭയങ്കര വലുതാണ്. അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് 1-2 വീഡിയോ എൻ്റെ ഏറ്റവും അടുത്തൊന്ന് ഒരു ഫ്രണ്ട് അല്ലാതെ അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു ചാനലിൽ. വേറെ ആരും ഇതിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ മാത്രമേ ഇട്ട് കൊണ്ടുവന്നതാണ് ഈ 1,00,000 സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതും എനിക്ക് ഒരു ഫീൽ തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ്. പിന്നെ ഞാൻ ഇതുവരെ നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാനിപ്പോ പറയുകയാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാര്യം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഒറ്റ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഈ ചാനല് ഞാൻ ഇങ്ങനെ നിർബന്ധിപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു സാധനമല്ല. എനിക്ക് തുടങ്ങിയപ്പോൾ മുതൽ നിർബന്ധം ഉണ്ടായിരുന്നു. എന്താണ്, ഈ ചാനല് ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞു കേട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാനായിട്ട് ഇതിൻ്റെ അകത്ത് ആരെയും നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴും എനിക്ക് തോന്നി 1,00,000 കഴിഞ്ഞിട്ട് പറയാമല്ലോ. അങ്ങനെ 1,00,000 കഴിഞ്ഞിട്ട് നമ്മൾ പറയുവാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി നമുക്ക് കുറെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ അകത്ത് നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ, ഞാൻ 1 വർഷമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് മനസ്സിലാവും, 1 വർഷത്തിന്റെ അടുത്തൊക്കെ ഞാൻ വീഡിയോ ഇടാതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും ഈ ഒരു സപ്പോർട്ടിന് വലിയ 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 നന്ദി. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും റെഗുലർ ആയിട്ട് വീഡിയോസ് കൊണ്ടുവരാം. നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ടോപ്പിക്കുകളും കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസിന് വേണ്ട രീതിയിൽ ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി ഇടാം. ഇപ്പൊ കംപ്ലീറ്റ് അല്ലെന്ന് എനിക്കറിയാം, ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അല്ല. അപ്പൊ അത് നമുക്ക് റെഡിയാക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ ഉപയോഗിക്കുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര വലുതാണ്. എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ബോർഡുകൾ ഉപയോഗിക്കും. അപ്പൊ സ്മാർട്ട് ബോർഡുകൾ ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പോൾ ഒരു ചാപ്റ്റർ ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഒറ്റയടിക്ക് എടുത്ത് തീർക്കാൻ പറ്റും. കാര്യം അവർക്ക് ബോർഡ് മായ്ക്കണ്ട, ഓരോ ക്വസ്റ്റ്യൻസ് എഴുതണ്ട, ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മാറ്റി കൊണ്ടുപോകാം. അപ്പോൾ 2 മണിക്കൂറൊക്കെ കൊണ്ട് ഒറ്റ ചാപ്റ്റർ തീർക്കാം. പക്ഷെ എന്റെ ചാനലിൽ ആ ചാപ്റ്റർ കാണാൻ വരുന്നവന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ട് തപ്പിയെടുക്കണം,
അത് കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകണം, പിന്നെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകണം, അങ്ങനെ പാർട്ടായിട്ട് ഇവൻ തപ്പിയെടുത്തൊക്കെ തന്നെ കാണണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം വേറെ ചാനലുകളിൽ ഒറ്റയടിക്ക് തരുന്ന ചാനലുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും ഇത് കാണാൻ വന്ന എല്ലാവരും എനിക്ക് സ്പെഷ്യലാണ്. അപ്പൊ അതാണ്, അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാം, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ വേറെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു 1 ലക്ഷമൊക്കെ ആയിട്ട് പോയാൽ പോരെ എന്നൊക്കെ. പിന്നെ 1 ലക്ഷമൊക്കെ കഴിഞ്ഞ് ഇനിയൊക്കെ ആരെങ്കിലൊക്കെ വിളിച്ചാൽ നമുക്ക് പോവാം. പിന്നെ നമുക്ക് ഇതൊന്നും ഇത്തിരി കാര്യമാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യൂട്യൂബ് ഇത്തിരി കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 1 വർഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്യാപ്പ് എടുക്കും. ഇപ്പൊ റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാം, ഒരു 2-3 മാസമായിട്ടുള്ളൂ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട്. അതിനു മുമ്പൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടും. 1 വർഷം ഞാൻ വീഡിയോ ഇടാതെ തന്നെ ഇരുന്നിട്ടുണ്ട്. ആ 1 വർഷത്തിന്റെ സമയം ഞാൻ വീഡിയോ ഇടാതെ തന്നെ ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഇത് അടിപൊളിയാണ് ഈ പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും, കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.